നോക്കൂ, രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷങ്ങൾക്ക് ഭരണകക്ഷിയുടെ നടപടികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യാവുന്നതാണ്, ചെയ്യണം. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ആവശ്യകതയും. അത്തരത്തിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ തന്നെ പ്രതിപക്ഷ കക്ഷികൾ, ഇവിടെ എൻ്റെ സഹപാനലിസ്റ്റ് നിശ്ചയിക്കേണ്ടത്, ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏത് രാജ്യത്തിലെയും അന്വേഷണ ഏജൻസികൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ടൈം ടേബിളിനനുസരിച്ചിട്ടാണോ അവരുടെ നിയമപരമായ നടപടികൾ നടപ്പിലാക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിയമമാണോ നമ്മൾക്കുള്ളത്? അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു, അതുകൊണ്ട് ക്രിമിനൽ കേസുകളെല്ലാം അടക്കിപ്പൂട്ടി വെച്ചിട്ട് അടുത്ത സർക്കാർ വന്നതിന് ശേഷം മാത്രം നടപടികളിലേക്ക് പോകുക. അങ്ങനെ വന്നാൽ അത്തരത്തിലുള്ള ഏജൻസികളുടെ നടപടിയെ തന്നെയല്ലേ ചോദ്യം ചെയ്യുന്നത്? കാരണം ഇത്തരം ഏജൻസികൾ പറയാതെ പറയുന്നത് തങ്ങൾ രാഷ്ട്രീയത്തിന് അനുകൂലമായി തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന തങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുക എന്നത് വിശ്വസിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഇവർ ഭരണത്തിലിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവരെ തെറ്റു പറയാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കാം ഇവർ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടക്കുന്ന മറ്റേതെങ്കിലും കാരണങ്ങളോ അല്ല, ഒരു പ്രളയമോ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായാൽ ഒരുപക്ഷെ മാറ്റിവെച്ചേക്കാം. അതല്ല എങ്കിൽ രാഷ്ട്രീയമായി നടക്കുന്ന ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളെ ഒരു അന്വേഷണ ഏജൻസിയോ ഉദ്യോഗസ്ഥനോ അത് കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് നടക്കണം. നമുക്കറിയാമല്ലോ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ള കള്ളപ്പണങ്ങൾ പിടിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലങ്ങളിലാണ്. കാരണം അതുവരെ ഉണ്ടാക്കിയ പണങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നതും ഉപയോഗിക്കുന്നതും അത്തരത്തിലുള്ള കള്ളപ്പണങ്ങൾ കൊണ്ട് ജനാധിപത്യത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിലും വിലയ്ക്ക് വാങ്ങിക്കുന്ന രീതിയിലും ഉപയോഗപ്പെടുത്തുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്താണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലത്താണ് കൃത്യമായ നടപടികൾ വേണ്ടതും. ആ സമയത്താണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലോ ഈ പറയുന്ന കേസും അറസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞു, തിരഞ്ഞെടുപ്പിന്റെ ടൈം ടേബിൾ അനുസരിച്ചാണോ ദേശീയ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത് എന്ന്. അതൊരു തലം. ആ നാണയത്തിന്റെ മറുപുറത്ത് തിരഞ്ഞെടുപ്പിന്റെ സമയക്രമമൊക്കെ അനുസരിച്ച് അതിന്റെ ടൈം ടേബിൾ അനുസരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അവരുടെയും ആക്ഷേപം. അതായത് ഈ തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് പ്രതിപക്ഷത്തെ അപ്പടി നിസ്സഹായരാക്കാൻ വേണ്ടി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അവരുടെയും ആക്ഷേപം. ശ്രീ പി ആർ ശിവശങ്കർ, നോക്കൂ, ആക്ഷേപിക്കാനും അതിനെ ഭരണകൂടത്തെ അധിക്ഷേപിക്കുവാനും ആക്ഷേപിക്കുവാനും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ജനങ്ങൾ ചിന്തിക്കുമല്ലോ, മിനിമം അവതാരകരെങ്കിലും ചിന്തിക്കണമല്ലോ അതിൻ്റെ നിയമപരമായ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ശ്രീ അരവിന്ദ് കെജ്രിവാളിന് തന്നെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലല്ലല്ലോ, ഒരു വർഷമായി അദ്ദേഹത്തിന് നിരന്തരമായി ED നോട്ടീസ് അയക്കുന്നു. കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞ 2018-19 കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് കാലം തൊട്ടുള്ള കേസുകളാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷമായും 2 വർഷമായൊക്കെ നടക്കുന്ന നിയമപരമായ പോരാട്ടത്തിൻ്റെ നിർബന്ധിതമായ അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ കഴിഞ്ഞ ഒരു വർഷമായി നൽകിയ നിരന്തരമായി 9-10 ED നോട്ടീസുകൾക്ക്, വാറണ്ടുകൾക്ക്, പലതരത്തിലുള്ള നോട്ടീസുകൾക്കും ഒന്നും മറുപടി നൽകാതെ അവസാന ഘട്ടത്തിൽ കോടതി പോലും നിർബന്ധമായി നിങ്ങൾ EDയുടെ മുൻപിലോ പോലീസ് സ്റ്റേഷനിലോ ഹാജരാകൂ എന്ന് പറയുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഭരണകൂട ഇടപെടലുകളെ കുറിച്ച് തിരഞ്ഞെടുപ്പ് കാലമായി എന്നുള്ളതിനെ കുറിച്ച് വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കഥ, പണ്ട് ഒരു കോടതിയിൽ ഒരു വ്യക്തി പറഞ്ഞതായിട്ട് കേട്ടിരുന്നു. എൻ്റെ അച്ഛനെയും അമ്മയും തല്ലിക്കൊന്ന ഒരു വ്യക്തി കോടതിയിൽ പോയിട്ട് എന്നെ വെറുതെ വിടണം, കാരണം ഞാൻ അനാഥനാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഒരിക്കലും നിയമപരമായ ഒരു നടപടിയും സ്വീകരിക്കാതെ യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ കുറ്റകൃത്യം ചെയ്തിട്ട് അതിന് അനുകൂലമായോ അല്ലെങ്കിൽ അതിനെ എതിർക്കുവാനോ നടപടികൾ സ്വീകരിക്കാതെ 2-3 വർഷം നിയമത്തിനെ വെട്ടിച്ചു നടന്നു എന്നത് അങ്ങ് പറയുന്നത് ഒരു വാദത്തിന് എടുക്കുകയാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് പോലും EDക്ക് ഈ പറയുന്ന 8-9 സമൻസ് അയച്ചു അല്ലെ? അപ്പോഴൊന്നും തോന്നാത്ത ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് അങ്ങ് ചോദിച്ചു, അവർ ഭരണത്തിലിരിക്കുമ്പോൾ ഒരുപക്ഷെ ദേശീയ അന്വേഷണ ഏജൻസികളെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാകാം, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയല്ലല്ലോ ശ്രീ പി ആർ ശിവശങ്കർ. പക്ഷെ കണക്ക് പറയുന്നത് 2004 തൊട്ട് 2014 വരെ ആകെ 26 രാഷ്ട്രീയ നേതാക്കളെയാണ് ED ഈ പറയുന്ന കേസുകളിൽ എതിരെ കേസെടുത്തത്. അതിൽ 14 പേരാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലുള്ളത്. ഇവിടെ 121 അന്വേഷണം നേരിടുന്നവരിൽ 95% പേരും ED അന്വേഷണം നേരിടുന്നതിൽ പ്രതിപക്ഷ ചേരിയിലുള്ളവരാണ്.
ഇതിന്റെയൊക്കെ ഒരു പരിസമാപ്തി ഏതാണ്? അതിന്റെ ശതമാനക്കണക്ക് എങ്ങനെയാണ്? ED അങ്ങ് പിടിക്കുക, അറസ്റ്റ് ചെയ്തെടുക്കാത്ത മനീഷ് സിസോദിയൊക്കെ അങ്ങനെ കിടക്കുകയാണ് മാസങ്ങളായിട്ട്. പിന്നെ ഏതെങ്കിലും ഒരു കാലത്താണ് അരവിന്ദ് കെജ്രിവാൾ ഞാൻ പുറത്തു വരും, ഒരു ജയിലും എന്നെ പൂട്ടിവെക്കില്ല എന്നൊക്കെ പറഞ്ഞാലും സിസോദിയുടെ ഒരു ചരിത്രം തന്നെയാണ് അദ്ദേഹത്തിനെയും കാത്തിരിക്കുന്നത് എങ്കിൽ ആം ആദ്മിയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമാണ് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു വിധി, അങ്ങനെ ഒരു നിയോഗം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണോ നിങ്ങളുടെ സർക്കാരിന്റെ രീതി? ഒന്നും കൂടെ ചോദ്യം ആവർത്തിക്കാമോ? ഞാൻ അതിന്റെ ഒരു ക്രക്സ് എനിക്ക് മനസ്സിലായി. അല്ല, അങ്ങ് പറഞ്ഞു ശ്രീ PR ശിവശങ്കർ, നിങ്ങളുടെ സർക്കാർ, അതായത് കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ദേശീയ അന്വേഷണ ഏജൻസികളെ നിങ്ങൾ അങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, തെരഞ്ഞെടുപ്പോ മറ്റൊന്നുമോ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 26 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് കേസ് വന്നത്. അതിൽ 14 പേർ മാത്രമാണ് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത്. 10 വർഷത്തെ കണക്ക് തന്നെയാണ്. ഈ 10 വർഷത്തിൽ പക്ഷേ 95% കേസുകളും ED എടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഡാറ്റ ഒക്കെ നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ? അതിൽ ഒരു ഡാറ്റ ഒരുപക്ഷെ ഞാൻ അതാണ് ചോദിച്ചത്, ഒരു ഡാറ്റ മറന്നുപോയി. ED കേസുകളിൽ അതിന്റെ കൺവിൻഷൻ റേറ്റ് എത്രയാണെന്നും കൂടെ സാധാരണ ചോദിക്കാറുണ്ടായിരുന്നു. അതുകൂടെ ചോദിച്ചാൽ ആ ചോദ്യം ഭംഗിയായേനെ. അതുകൂടെ ചോദിക്കുന്നുണ്ടോ? അല്ല, അങ്ങ് കൂട്ടിച്ചേർത്തങ്ങ് പറഞ്ഞോളൂ. ശരി. അല്ല, വിമർശനം കേട്ടുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവായ കാര്യമൊന്നുമല്ല. ആ വിമർശനം അവിടെ ഉണ്ട് എന്ന് തന്നെ വെച്ചോളൂ. പിന്നെ കേൾക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല എങ്കിൽ, ഞാൻ പ്രശ്നം എന്ന വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ, അപ്പൊ പ്രശ്നവുമില്ല എങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അങ്ങ് നേരത്തെ പറഞ്ഞ അവതാരകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഉത്തരവാദിത്തമാണ്. അതിനെങ്ങനെ പരിഹാസത്തോടെ കാണേണ്ട ആവശ്യകതയൊന്നുമില്ല. അല്ല, അത് പരിഹാസമാണെന്ന് തോന്നുന്നതിന്റെ മാനസികാവസ്ഥയാണ് പ്രശ്നം. എന്ത് പറഞ്ഞാലും ഇപ്പൊ എന്നോട് ചോദ്യം ചോദിക്കുന്നു, അതെനിക്ക് പരിഹാസമായോ അല്ലെങ്കിൽ അവതാരകർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം അതിൽ നിന്ന് ഒഴിവായി പോയല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒരു ലാഘവ ബുദ്ധിയോടെ കാണുന്നത്. നിങ്ങൾ അങ്ങനെ പലതും ചോദിക്കും, പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ള ഇത് ഞങ്ങൾ പറഞ്ഞോളാം എന്നാണല്ലോ അതിൻ്റെ ഒരു നിലപാട്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലപാട്. സാധാരണ മനുഷ്യർക്ക് വേറെ പലതും മനസ്സിലാവുന്നുണ്ട്. എനിവേ, ഞാൻ ആ ഉത്തരവും പറയാം. കഴിഞ്ഞ എത്രയോ നാളുകളായി ഇത്തരത്തിൽ EDയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് UPAയുടെ കാലഘട്ടത്തിൽ ഇത്തരം അന്വേഷണം നടന്നിട്ട് അന്വേഷിച്ച കേസുകളിൽ ഒരെണ്ണം പോലും കൺവിക്ട് ചെയ്യാനുള്ള കണക്കുകളുമുണ്ട്. ഞാൻ ദീർഘമായ കണക്കുകൾ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അത് പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രം ആയി എന്നുണ്ടെങ്കിൽ അവർ ഭരണകക്ഷിക്കെതിരെ EDയിലേക്ക് കൃത്യമായ നടപടികൾ കൊടുക്കുകയും കോടതിയിൽ പോയിട്ട് EDക്കെതിരെയുള്ള അന്വേഷണം, കോടതിയിലും BJP നേതാക്കൾക്കെതിരെ ഒരുപാട് അന്വേഷണവും ഗവർണർക്കെതിരെയും ഇപ്പോൾ പ്രസിഡന്റിനെതിരെ പോലും പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഫിറ്റ് കേസ് ഫോർ ED കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതിയും റിജക്ട് ചെയ്ത ഏതെങ്കിലും ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് കോടതിയിലും വിശ്വാസം ഇല്ലാതായിട്ടില്ലല്ലോ. കോടതി ഇപ്പോഴും ഈ പറയുന്ന BJPയുടെ അണ്ടറിലാണെന്ന് ഹൈക്കോടതി പറയുന്നത്. സുപ്രീം കോടതി ഏതായാലും BJPക്കെതിരെ ധാരാളം അപ്പൊ ഇവർക്ക് പോലും അത്തരത്തിലുള്ള ഒരർത്ഥം. അല്ല, ചോദ്യത്തിന് ഉത്തരം അരുൺ ചോദിച്ചോളൂ. പ്രതിപക്ഷം EDക്കെതിരെ ഏതെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചത്. പ്രതിപക്ഷം EDക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. EDയുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയങ്ങളുണ്ടെന്നും ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്താലാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന് DK ബസു വേഴ്സസ് സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ കേസിലെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നും ഓരോരുത്തരെ ചോദ്യം ചെയ്ത് ഓരോ പ്രതിക്കെതിരെ അവരിൽ നിന്ന് തന്നെ തെളിവുണ്ടാക്കുകയാണെന്നും അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 വിരുദ്ധമാണെന്ന് പറഞ്ഞ് 25ഓളം പ്രതിപക്ഷ നേതാക്കന്മാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് സുപ്രീം കോടതി പറഞ്ഞു ഇപ്പോൾ ഇടപെടാൻ കഴിയില്ല എന്ന്. എന്നാൽ 2023 നവംബറിൽ പറഞ്ഞു ED പല കേസുകളും ദുരുപയോഗം ചെയ്യുകയാണ്. ഉണ്ട്. ഒന്ന് ആദ്യമായിട്ട് അരുണിന്റെ ഇയർഫോൺ ഒന്ന് ശരിയാക്കി കൊടുക്കണം. അദ്ദേഹത്തിന് ചിലപ്പോൾ കൃത്യമായിട്ട് കേട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞത് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അതെ അങ്ങനെ പോയിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. അദ്ദേഹത്തിന് അത് കാര്യം മനസ്സിലായില്ല, എന്നിട്ടും അദ്ദേഹം നിരന്തരം പറയായിരുന്നു. ഒന്ന് ഇത്. രണ്ട്, ഇപ്പം ഞാൻ ചോദിച്ച കാര്യം നിരന്തരം ഇവർ പറയുന്നത് EDയുടെ കൺവിൻഷൻ റേറ്റിനെ കുറിച്ചിട്ടാണ്. അത് ആരെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 100 കേസ് എടുക്കുന്നു, അതിൽ 10 കേസിൻ്റെ വിധിയാവുന്നു, അതിൽ 9 കേസ് അനുകൂലമായി EDക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതിക്ക് എതിരമായോ വിധി വരുന്നു. അപ്പോൾ
നിങ്ങൾ പറയാണ് 100 കേസ് എടുത്തിട്ട് 9 കേസിലെ കൺവിക്ഷൻ നടന്നിട്ടുള്ളൂ, അത് കാരണം 9% ആണ് EDയുടെ കൺവിക്ഷൻ റേറ്റ് എന്നുള്ള രീതിയിലാണ് CPM ഇതുവരെ പറഞ്ഞിരുന്നത്. കോൺഗ്രസ്സുകാർക്ക് കുറച്ചും കൂടെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, അവർ അത്രയേറെ അതിനെ പറയുന്നില്ല. പക്ഷേ അരുണെ പോലുള്ളവർ ആ നിയമം അത് കണക്കൂട്ടിയത് ശരിയാണ്, 100 കേസ് എടുത്തു. പക്ഷേ കേസ് വാദിച്ചു തുടങ്ങിയതും കോടതിയിൽ പോയതും വിധി പറഞ്ഞതും 10 കേസുകളാണ്. അതിൽ 9ഉം പ്രതിപക്ഷങ്ങൾക്കെതിരായി വിധിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ പ്രതികൾക്കെതിരായി വിധിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റൊരു കണക്കിൽ പറഞ്ഞാൽ 90% ഫേവർ ടു ദ ED എന്ന് വരും, 10% വിധി തിരിച്ചു വന്നിട്ടുള്ളൂ എന്ന് പറയും.